ഏജൻസികളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി നമ്മൾ കേട്ട ഒരു ന്യൂസ് ആയിരുന്നു, ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്ന കഥ. അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് കേട്ടതിന് ശേഷം കുറേ ആളുകളെങ്കിലും വല്ലാതെ ദേഷ്യം വന്നു. അവരെ പല രീതിയിലും നമ്മൾ വിളിച്ചിട്ടുണ്ടാവും, ക്രൂവലായിട്ടും ഹേർട്ട്ലെസ് ആയിട്ടും മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടും. അവരുടെ ഇൻലോസും ഫാമിലിയൊക്കെ പറഞ്ഞ് അവർക്ക് ലോ IQ ആണ്, അൺഫിറ്റ് ആണ്, ഒരു കുട്ടീനെ വളർത്താനുള്ള കഴിയില്ല. ഓഫ് കോഴ്സ് ഷീ ഈസ് കോർണേഡ്, ജഡ്ജ്ഡ് ആൻഡ് സൈലൻസ്ഡ് ഫ്രം ദ ബിഗിനിങ്. ആൻഡ് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഇത് നമ്മളെ ഓരോരുത്തരെയും ഷാറ്റേഡ് ആക്കിയ ഒരു ന്യൂസ് ആയിരുന്നു. ഈ 3 വയസ്സുള്ള കുഞ്ഞ് റേപ്ഡ് ആയിരുന്നു. അതും ഒരിക്കലല്ല കേട്ടോ, റിപ്പീറ്റഡ്ലി. ആൻഡ് ദ മാൻ ആരാണോ അത് ചെയ്തത്, അവളുടെ ഓൺ അങ്കിൾ തന്നെയാണ്, ഫാദറിൻ്റെ ബ്രദർ. ഈ സെയിം ഫാമിലിയാണ് 2 ദിവസം മുമ്പ് ക്ലെയിം ചെയ്തത്, ഈ അമ്മയ്ക്ക് ഇത് കുട്ടീനെ ടേക്ക് കെയർ ചെയ്യാൻ കഴിവില്ല, അതുകൊണ്ട് ഞങ്ങളാണ് കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ പ്രൊട്ടക്ട് കെയർ എന്നുള്ള വാക്കിൻ്റെ ഓപ്പർച്യൂണിറ്റിനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. പേഴ്സൺ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാരായിരിക്കും എന്നറിയാം, എൻ്റെ അമ്മ. എല്ലാവരും അവരെ വിശ്വസിക്കില്ല, കാരണം അവരെ ഓൾറെഡി ലേബൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാവും സൈലൻസിൽ, ആരും അവരെ വിശ്വസിച്ചിട്ടുണ്ടാവത്തില്ല, കാരണം അവരെ ലേബൽ ചെയ്തത് അൺസ്റ്റേബിൾ, അൺഫിറ്റ്, ഇൻകേപ്പബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ വൺ സപ്പോർട്ടഡ്, നോ വൺ ലിസൺ. ഷി വാസ് ഐസൊലേറ്റഡ്, എലോൺ ഇൻ ഹെർ പെയിൻ, പവർലെസ് ടു ആക്ട്. ഈ ടെറിഫൈങ് ലോൺലെസ്സിലായിരിക്കാം ഇവരിങ്ങനൊരു ബിലീഫ് കൊണ്ടുവന്നതും ഒരമ്മയും ചെയ്യാത്തൊരു പ്രവൃത്തി ഈ അമ്മ ചെയ്യാൻ പ്രേരിപ്പിച്ചതും. ഇതൊരിക്കലും ഞാൻ അവരെ റൈറ്റ് ആണെന്നും അവരെ ഫേവർ ചെയ്തോ ജസ്റ്റിഫൈ ചെയ്യാനോ പറയുമല്ല. പക്ഷെ നമ്മളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ആലോചിക്കുക, ഓരോ ഹെഡ്ലൈൻ്റെ പുറകിൽ ഒരു ഹ്യൂമൻ്റെ മനസ്സെന്താ. ഇതൊരു ട്രോമ എന്ന് പറയും, ലേൺ ഹെൽപ്ലെസ്നെസ്, ഇമോഷണൽ അബ്യൂസ് ആൻഡ് സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു മോൺസ്റ്റർ ആയിരിക്കത്തില്ല. ഇവരൊരു മദർ ബ്രോക്കൺ ബൈ ഫിയർ ആയിരിക്കും, ക്രഷ്ഡ് ബൈ ദ വേൾഡ് ദാറ്റ് നെവർ സ്റ്റുഡ് ബൈ ഹെർ. സോ ഹിയർ ഈസ് വാട്ട് വി മസ്റ്റ് റിമെമ്പർ. ഒരിക്കലും ഒരു വിമണിനെ ആരെയും സൈലൻസ് ചെയ്യല്ല, അവരെ ഒന്ന് വിശ്വസിക്കുക, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കുക. ഒരിക്കലും മെൻ്റൽ ഹെൽത്തിനെ ജഡ്ജ് ചെയ്യല്ല, സപ്പോർട്ട് ചെയ്യുക. അൺഫിറ്റ് എന്ന് പറയുന്നത് വേറെ ഒരാളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ലേബലിംഗ് മാത്രമാണ്. ഇതൊരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാത്രം കഥയല്ല. ഇത് ഓരോ സൈലൻസുമാണ് വിക്ടിമിനെ പല രീതിയിൽ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സൈലൻസ് ചെയ്യുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദ എക്സാമ്പിളാണ്. ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറന്ന് ചുറ്റിനും നോക്കുക. കണ്ണ് തുറന്ന് നമ്മൾ ജഡ്ജ്മെൻറ്റലിന് മുമ്പിൽ ഈ ക്രൂവൽറ്റിയുടെ പുറകിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ എന്ന് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് അറിയാൻ ശ്രമിക്കുക. This is called justice, compassion and change.